കൊലപാതകം നടന്നിട്ടില്ല. ഇല്ല, പക്ഷെ നടക്കും. ഇനി അവന്റെ ആരാച്ചാരം ഞാനാ. എന്റെ അച്ഛനെ കൊന്ന കഴുതടമനെ എന്റെ ഈ കൈ കൊണ്ട് വെട്ടി നുറുക്കാൻ തെരുവിലിടും. പക്ഷെ ഒരു പേ പിടിച്ച നായെ കൊന്നതിന്റെ പേരില് ജയിലിൽ കയറാനും അവിടുത്തെ ഗോതമ്പുണ്ടോ ഞാനൊന്നും തോട്ടപ്പള്ളി സുരേന്ദ്രനെ കിട്ടുകയല്ല. അയ്യോ സാറേ, ഇപ്പൊ ജയിലിൽ ഗോതമ്പുണ്ടൊന്നുമില്ല, അതൊക്കെ എന്നേ നിർത്തി. ഇപ്പൊ 3 നേരം ചോറാ, കൂട്ടത്തിൽ മീൻകറിയും പച്ചക്കറിയും. അതേ മട്ടനും ചിക്കനും. ചിക്കൻ കറി മഹി വെക്കണം. എന്തൊരു ടേസ്റ്റാ. സമയം കിട്ടുമ്പോ സാറുമാരും ഒന്ന് തിന്നു നോക്കണം അല്ലേ? അപ്പൊ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ? കേസ് ഏറ്റെടുക്കാനൊക്കെ തയ്യാറാണ്. പോലീസ് പിടി കൊടുക്കുന്നതിന് മുമ്പ് 5 ലക്ഷം രൂപ എന്റെ തരണം. കോടതി കുറ്റം സമ്മതിക്കുന്നതിന് മുമ്പ് 3 ലക്ഷം രൂപ ഇവനെ ഏൽപ്പിക്കണം. വാക്ക് വ്യത്യാസം ഉണ്ടായാൽ ഞാൻ കൂറുമാറും. അതിപ്പോഴേ പറഞ്ഞു. വാക്കിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, അതിനെപ്പറ്റി പേടിക്കണ്ട. എങ്കിൽ സംഭവം നടന്നു കഴിയുമ്പോൾ അറിയിച്ചാൽ മതി, ഞങ്ങൾ വന്നു. നിങ്ങൾ വന്നു കഴിഞ്ഞല്ലോ, ഇനി സംഭവം കഴിഞ്ഞിട്ട് പോയാ മതി. നിങ്ങൾ രണ്ടാളും കുറച്ച് ദിവസം ഇവിടെ നിൽക്കണം. ഞാനും നിൽക്കണം. വേണം. ഞാനും ഈ കേസുമായിട്ടുള്ള ബന്ധം. ഇവൻ കൊന്നു സമ്മതിക്കുമ്പോ നീ അത് കണ്ടു എന്ന് പറയുന്ന ദൃക്സാക്ഷിയാവണം. തരുന്ന പണത്തിൽ നിന്ന് നിനക്കും കിട്ടും ഒരു വിഹിതം. അതാണ് ബന്ധം, ഒരു അവിഹിത ബന്ധം. രണ്ടാളും പുറത്ത് വെയിറ്റ് ചെയ്യും, ഞാനിപ്പോ വരാം. അവസാനം നൂൽബന്ധമെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. അവന്മാരെ എന്തിനാ ഇവിടെ നിർത്തുന്നേ? അവൻ കൊന്നു സമ്മതിക്കുമ്പോ ഏത് കോടതിയും വിശ്വസിക്കുന്ന ശക്തമായ ഒരു കാരണം പറയാനുണ്ടാവണം. അത് നമ്മൾ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ അത് കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴും. അതിനിപ്പോ എന്ത് ചെയ്യണ? തലയ്ക്കകത്ത് മുഴുവൻ കുരുട്ടു ബുദ്ധിയല്ലേ, ഒന്ന് പുകയ്ക്ക്. കഴിയുമെങ്കിൽ അവനൊരു കൊലക്കയർ വാങ്ങിക്കൊടുക്കുവാനുള്ള വഴി തന്നെ ആലോചിക്ക. ഇവിടെ കുറച്ച് ദിവസം നിൽക്കാനാണ് തീരുമാനം. എന്ത് പണ്ടാരം ചെയ്തിട്ടാലും വിടില്ല, കാശ് കിട്ടിയാൽ മതിയാവും. ഓപ്പറേഷന് കാശ് എത്തിച്ചില്ലെങ്കിൽ ആ ചെറുക്കൻ കാഞ്ഞു പോവും. എന്തോ കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ. ടാറിങ്ങി നടക്കായിരിക്കും. ചിക്കനാ. ഇതൊക്കെ കരിഞ്ഞ് നാശമായല്ലോ. ഈ കുന്ത്രാണ്ടൊന്നും ഉണ്ടാക്കണ്ടെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ. ഒരു കടായി ചിക്കൻ. ഇതിപ്പോ കടായി ചിക്കൻ അല്ല, കേടായ ചിക്കനാ. നീ ഏതാടാ? ഞാനാരും ആയിക്കോട്ടെ. ചിക്കൻ കടായിലിടുന്നതിന് മുമ്പ് കടായി വഴക്കിയോ? ആട്ടുന്ന ഉരുക്കി കടായി വഴക്കണം, എന്നിട്ട് എണ്ണ നിറച്ച് കുടിപ്പിച്ച് വെക്കണം. ഇങ്ങോട്ട് മാറിക്കേ, അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. പേടിക്കണ്ട, ഞങ്ങൾ വക്കീൽ സാറിന്റെ പരിചയക്കാരാ. ഈ മഹിയെ അതെ, ആ കേടായ ചിക്കൻ എനിക്ക് തന്നേക്ക്, ഞാൻ റിപ്പയർ ചെയ്ത് കഴിച്ചോളാം. ഇവന്മാരിത് എവിടെ പോയി? ഞാനേ ചേച്ചിയെ കടായി ചിക്കൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കേ. വീട്ടിൽ എത്ര വേലക്കാരുണ്ടെങ്കിലും സ്വന്തം ഭാര്യമാരുടെ കൈവച്ചുണ്ടാക്കുന്നതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാ. ഈ ഭാര്യമാരെന്ന് പറയുമ്പോ സ്വന്തം ഭാര്യയാണോ അതോ വല്ലവന്മാരുടെയും ഭാര്യ വെച്ചുണ്ടാക്കുന്നതാണോ ഇഷ്ടം? നമുക്കിപ്പോ സ്വന്തം ഭാര്യ ഇല്ലാത്തതുകൊണ്ട് വല്ലവരെയും ഭാര്യ വെച്ചുണ്ടാക്കുന്ന വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നീ ആള് കൊള്ളാമല്ലോ. കൊള്ളാം അല്ലേ? എന്റെ ഭാര്യ ഇവിടെ ഇല്ലാത്തത് ഭാഗ്യായി. അവളെ ഇതൊന്നും പഠിപ്പിക്കണ്ട കേട്ടോ, അവൾക്കിതൊന്നും ഇഷ്ടല്ല. ഓ, ആര് പറഞ്ഞു? എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എന്നെ പഠിപ്പിച്ച മഹി നാത്തൂന്റെ അടുത്തേക്ക് പോയത്. മഹി ഊണ് കഴിച്ചിട്ട് പോവാളൂ കേട്ടോ. ഒന്നുമില്ല, ഈ മഹി ആള് ഭയങ്കരനാ. കാലെടുത്ത് കുത്തിയപ്പോ തന്നെ വീട്ടിലെ പെൺപടയെ മുഴുവൻ കയ്യിലെടുത്തു. മഹിയുടെ ഈ നാട്ടിലേക്കുള്ള അരങ്ങേറ്റം ഒരു പെണ്ണ് കേസിൽ തന്നെ ആയാൽ എന്താന്നാ ഞാൻ ആലോചിക്കുന്നത്. ഏത് പെണ്ണിനെ അളിയാൻ ഉദ്ദേശിക്കുന്നത്? ഏത് പെണ്ണുമായിട്ട് അവന് ബന്ധം വന്നാലാ നമ്മുടെ ശിവശങ്കരന്റെ ചങ്കു പിടയുന്നത്. ഈ രാത്രി തന്നെ പോണമെന്നുണ്ടോ മോളെ? ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഇന്നൊരു ദിവസം കൂടെ കിടന്നിട്ട് നാളെ പോവാം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലമ്മേ. എന്റെ സ്കൂളിലെ കുട്ടികൾ പറഞ്ഞതേ ആന്റി വെള്ളത്തിൽ വീണ് ചത്തുപോയെന്നാ. ചത്തുപോയേനെ. അതിനു മുൻപ് ആരോ വന്ന് രക്ഷപ്പെടുത്തി. അതാരാണെന്ന് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. രക്ഷപ്പെടുത്തുന്ന സമയത്ത് അവന്റെ മുഖം നീ കണ്ടായിരുന്നോ? ഇന്ദുവിന്റെ ആഭരണങ്ങളാ. എല്ലാം ഉണ്ടോന്നൊന്ന് നോക്കി. ഇത് ഇന്ദുവിന്റെ മുടിയിൽ കുടുങ്ങി കിടന്നിരുന്നതാ. രക്ഷപ്പെടുത്തിയ ആളിൻ്റെതാവും. മായാവിയോ? വെറുതെ അല്ല മാഞ്ഞു പോയത്. എന്താ ആരാ നീ? ഞാൻ ചെയ്യുന്നത് ചെയ്യാം. എന്ത് ചെയ്യാൻ? ഡാൻസ്. ഡാൻസോ? എനിക്ക് ഡാൻസ് പഠിക്കണം, പക്ഷെ പേരില്ല. മൈ ലക്ക്, നിന്നെ എനിക്ക് കിട്ടി. കിട്ടിന്ന് പറയാൻ ഞാനെന്താ പാവയോ? പ്ലീസ്, നീ ഇത് പഠിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം.